UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിന്മേലുള്ള ചർച്ച ഇന്ന് നിയമസഭയിൽ ആരംഭിക്കാൻ പോകുന്നു. സർക്കാരിന്റെ സ്വകാര്യ നിക്ഷേപ നയം, വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവ് അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം സഭയിൽ ശക്തമായി തന്നെ ഉന്നയിക്കും. ആരോഗ്യ വകുപ്പിനെതിരായ വിവാദങ്ങളുണ്ട്, PM ശ്രീ വിഷയമുണ്ട്. അപ്പം ഇതിലൊക്കെ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അർജുൻ രാജിനോട് ചോദിക്കാം. അർജുൻ എനിക്കൊപ്പം ഉണ്ട് തത്സമയം തിരുവനന്തപുരത്ത് നിന്ന്. അർജുൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് VD സതീശൻ സർക്കാരിന്റെ കന്നി ബജറ്റ് അവതരണത്തിന് ശേഷമുള്ള സഭ ചേർന്ന ദിവസമാണ്. ഒരുപാട് വിഷയങ്ങൾ സംസ്ഥാനത്ത് സജീവ ചർച്ചയിൽ വിവാദങ്ങളായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ബജറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ VD സതീശൻ മുന്നോട്ട് വച്ച 2 നിർദ്ദേശങ്ങൾ, അത് UDFനുള്ളിൽ പോലും ഭിന്നതയ്ക്ക് വഴിവെച്ച് നിൽപ്പുണ്ട്. ഇപ്പം VD സതീശനെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചിരുന്ന ആളുകൾ പോലും അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, മദ്യനയത്തിന്റെ കാര്യത്തിലടക്കം. അപ്പം ഈ വിഷയങ്ങളിലൊക്കെ പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും? അതുപോലെ തന്നെയാണ് PM ശ്രീ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, മുൻ സർക്കാരിന്റെ കാലത്ത് വലിയ വിവാദത്തിലേക്ക് വന്ന കാര്യമായിരുന്നു PM ശ്രീ. അന്ന് പ്രതിപക്ഷവും അതേപോലെ ആ മുന്നണിയിലെ തന്നെ ഒരു വിഭാഗവുമൊക്കെ കടുത്ത എതിർപ്പ് ഉന്നയിക്കുകയും പിന്നീട് സർക്കാരിന് പിൻവലിയൊക്കെ ചെയ്യേണ്ടി വന്ന ഒരു പദ്ധതിയായിരുന്നു അത്. ഈ സർക്കാർ വരികയാണെങ്കിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞവർ തന്നെ അതിൽ നിന്നും ഒരു കാലത്തും പിന്മാറാൻ പറ്റില്ല എന്ന ശക്തമായ നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇന്ന് സഭയിൽ നിന്ന് എന്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം? സഭ കലുഷമാകാനുള്ള സാധ്യത തന്നെയാണോ? പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി എന്തൊക്കെ വിഷയങ്ങൾ കൊണ്ടുവരാനാണ് സാധ്യത? അർജുൻ. സേതു, ഗുഡ് മോർണിംഗ്. VD സതീശന്റെ ആദ്യ ബജറ്റിന്മേലുള്ള പൊതു ചർച്ച കലുഷിതമാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ബജറ്റിന്മേൽ വലിയ വിമർശനം പ്രതിപക്ഷത്തിനുണ്ട്. അത് സ്വകാര്യവൽക്കരണത്തിന് ഒരു ആമുഖം എന്ന നിലയ്ക്കാണ് പ്രതിപക്ഷം ബജറ്റിനെ വിലയിരുത്തിയത് എന്ന് മാത്രമല്ല, പല വിഷയങ്ങളിലും ഇക്കാര്യത്തിൽ സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുകയാണ് ഈ സർക്കാർ എന്ന തോന്നലുണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. അതിനോടൊപ്പം തന്നെയാണ് ഇതിനോടകം തന്നെ വിവാദമായിട്ടുള്ള വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് കുറെ കൂടി വലിയ ആയുധമാണ്. കാരണം കോൺഗ്രസിൽ നിന്ന് തന്നെ വലിയ വിമർശനം ആ നികുതി ഇളവിനോട് ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. VM സുധീരൻ അടക്കമുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഇതിനോടകം തന്നെ വിമർശനം ഉയർത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ആയുധമായി പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഇന്നത്തെ അടിയന്തര പ്രമേയ വിഷയമായി ഈ മദ്യത്തിന് നൽകിയിട്ടുള്ള നികുതി ഇളവ് ചർച്ച ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്നു, അത് പ്രതിരോധത്തിന് നേതൃത്വം നൽകേണ്ട ഉദ്യോഗസ്ഥലത്തിലെ ഈ വടംവലിയൊക്കെ വലിയ വിവാദങ്ങൾക്ക് വഴിതെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ നിയമസഭയുടെ മുന്നിൽ വിമർശനമായി വരാനുള്ള സാധ്യതയുണ്ട്. അതും ഈ മദ്യത്തിന്റെ വിഷയമല്ലെങ്കിൽ ഒരുപക്ഷെ അടിയന്തര പ്രമേയമായി ഈ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തേതാണ് PM ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യം. ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ പദ്ധതി, അത് മുന്നോട്ട് പോകും, ആ പദ്ധതി നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു UDF. അതിലെ ഒരു വിമർശനം ഇടതുപക്ഷം വലിയ വിവാദമായി ഉയർത്തിക്കൊണ്ടുവരുന്നു. അത് ചർച്ച ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുമല്ലെങ്കിലായിരിക്കും ഈ മറ്റ് വിഷയങ്ങളിലേക്ക് പോവുക. അതിനോടൊപ്പം തന്നെയാണ് ഇന്ന് ചോദ്യോത്തരവേള തുടങ്ങുകയാണ്. അതിനകത്തും വലിയ രീതിയിലുള്ള പ്രധാനപ്പെട്ട നിരവധിയായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന് അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. ഈ സർക്കാരിൻ്റെ ബജറ്റിൽ അതിവേഗ റെയിൽ പദ്ധതി ഇടം പിടിച്ചിട്ടില്ല. അതിവേഗ റെയിൽ പദ്ധതി നടപ്പാക്കാൻ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ വർധനവ് ഉണ്ടായിട്ടില്ല. ക്ഷേമ പെൻഷൻ വർധനവിന് ഉദ്ദേശമുണ്ടോ എന്നുള്ളത് പ്രതിപക്ഷത്ത് നിന്ന് ഇന്ന് ചോദ്യമായി ഉയരുന്നുണ്ട്. അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ട്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിവാദങ്ങളുള്ള വിഷയങ്ങളുണ്ട്. അങ്ങനെയുള്ള ചർച്ച ഇന്ന് നിയമസഭയിൽ നടക്കും. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ചർച്ചയ്ക്ക് ഉള്ള സാധ്യത തന്നെയാണ് ഉരുത്തിരിയുന്നത്. ഓക്കെ അർജുൻ, ശരി. ഇപ്പോൾ വിവിധങ്ങളായ വിഷയങ്ങളും വിവാദങ്ങളും ഒക്കെ നിലനിൽക്കുകയാണ്. VD സതീശൻ സർക്കാരിന്റെ ബജറ്റിന്മേലുള്ള ചർച്ച ഇന്ന് ആരംഭിക്കുന്നത് നിയമസഭയിൽ.